ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചിച്ചൂസ് വേൾഡ്. ഇതൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ട്യൂണ ഫിഷ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ കുടുതാന്ന് പറയും, പിന്നെ ചിലടത്ത് ചൂരാന്നൊക്കെ പറയും കേട്ടോ. ഈ കുടുത കൊണ്ടിട്ട് വറുത്തരച്ച കുടുതക്കറിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫിഷ് ഉണ്ട്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഞാൻ കുറച്ച് കാശ്മീരി എടുത്തിട്ടുണ്ട്, കുറച്ച് നോർമൽ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ പെരുംജീരകം, പുളി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരം. അപ്പം നമുക്ക് എങ്ങനെയാ കുടുത വറുത്തരച്ച കറി ഉണ്ടാക്കണം നോക്കിയാലോ. ഓക്കെ, ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ സാമ്പാറിൻ്റെ ഒക്കെ പരിവല്ലേ, അതുവരെ നമ്മളൊന്ന് ഈ നാളികേരം വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത പൊടികളാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നാളികേരം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചട്ടിക്കുട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളി, പച്ചമുളക്, കറിവേപ്പില കേട്ടോ. അതൊന്ന് തക്കാളി ഒന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച നേരത്തെ എടുത്ത നാളികേരത്തിൻ്റെ ഇടാം കേട്ടോ. ഓക്കെ, ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, നമുക്കതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ. ഓക്കെ, ഇനി ഫിഷ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ഒന്ന് തിളച്ചിട്ട് ഫിഷ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഈ ട്യൂണ ഫിഷ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നോർമലി ഞാൻ കറി വെക്കുന്നതിനേക്കാളും ആദ്യമായിട്ടാണ് ഞാൻ വറുത്തരച്ച് പരീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഫിഷ് ഇട്ടിട്ടുണ്ട്. നമുക്കത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ. എന്നിട്ട് സെറ്റായിട്ട് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഈ ട്യൂണ എന്ന് പറഞ്ഞ ഫിഷ് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടും ഇവിടെ മേടിക്കുന്നത് കുറവാണ് കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്യൂണ. അപ്പം എപ്പം മീൻകാരം വന്നാലും ട്യൂണ ഉണ്ടാ മേടിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, ഇപ്പോൾ ഇവിടെ മസ്കറ്റിലിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ട്യൂണ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊതുവേ ഞങ്ങളങ്ങനെ നോർമൽ കറി വെച്ച ആൾക്ക് ഇഷ്ടപ്പെടാറില്ല. ഇനി വറുത്തരച്ച് വെക്കുന്നത് ഇഷ്ടമാവോ ഒന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത് കേട്ടോ. വറുത്തരച്ച് കറിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ വെക്കാറുണ്ട്, വറുത്തരച്ചിട്ടൊക്കെ ട്യൂണ വെക്കാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മളുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് താളിച്ചെടുക്കാം കേട്ടോ. പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിക്കുന്നത്. മീൻകറി വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂക്കട്ടെ കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് താളിപ്പ് കറിയിലോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചൂരക്കറി, വറുത്തരച്ച ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂണ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇത് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ ആരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇപ്പം അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.